അനിതക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ പീരീഡ്സ് ഒന്നും റെഗുലർ അല്ലാന്നും പറഞ്ഞ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത്. അപ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം അറിയുന്നത്. പക്ഷെ അവൾ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയത് എന്ന് അറിയുന്നില്ല. ഒരു ദിവസം രാത്രി അനിത അവളുടെ ഫ്രണ്ട് സ്വപ്നയുടെ കൂടെ ആകെ ടയേർഡായി ഭയങ്കര വിഷമത്തിൽ വീട്ടിൽ വന്ന് ഇറങ്ങാണ്. രാത്രി സമയം ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് അനിതയുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഒരു മുത്തശ്ശിയാണ് അവൾക്കുള്ളത്. നന്നായി പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടിയാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് അവളെ ജോലിക്ക് വിടുന്നില്ല. ജോലിക്ക് പോവാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൾ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയിട്ട് വീട്ടുകാരാന്ന് വെച്ചാൽ ജോലിക്ക് പോകണ്ട എന്ന് പറയാണ്. ഇവിടാന്ന് വെച്ചാൽ എല്ലാ ഇന്റർവ്യൂവിനും പോകുന്നുണ്ട്. എല്ലാത്തിലും അവൾക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടുവന്ന് വീട്ടില് അച്ഛന്റെയും അമ്മയുടെയും മുത്തശ്ശിയുടെ അടുത്തൊക്കെ കാണിക്കുമ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണോ, ആ ജോലിക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ചെന്നൈയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി ജോലി ചെയ്യാനും സമ്മതിക്കൂല. അങ്ങനെ ഒരു ദിവസം സ്വപ്ന അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള മീരയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്തെങ്കിലും ജോലി ഓപ്പണിംഗ്സ് ഉണ്ടെങ്കിൽ പറയണമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. മീര അപ്പോ അന്ന് തന്നെ അവളുടെ ഫ്ലാറ്റിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടാം. മീര പറഞ്ഞതുപോലെ തന്നെ അനിതയും അവളുടെ ഫ്ലാറ്റിൽ എത്തുന്നുണ്ട്. പക്ഷെ മീര എന്ന് വെച്ചാൽ അനിതയും കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒരു ബീച്ചിൽ പാർട്ടി നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരാളെ അനിതക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സമയത്ത് സ്വപ്ന അവൾക്ക് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ബീച്ച് സൈഡില് പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സ്വപ്ന അന്നാ നീ ആ ഒരു പാർട്ടി എൻജോയ് ചെയ്യാനായിട്ട് പറയാണ്. വീട്ടിൽ നേരം വൈകി വന്നാൽ നന്നായി തന്നെ ചീത്ത പറയും. അതുകൊണ്ട് അനിതക്ക് പേടിയാവാണ്. അപ്പൊ സ്വപ്ന ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ്. സ്വപ്നയുടെ ചേട്ടന് പെണ്ണ് കാണാൻ വേണ്ടി എല്ലാവരും വേറെ സ്ഥലത്തേക്ക് പോയി എന്ന് പറയാം. അപ്പൊ ഞാൻ ഒറ്റക്കായോണ്ട് നീ എന്റെ കൂടെ നിൽക്കാണ് അമ്മനോട് വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കോൺഫറൻസ് ഇട്ട് അനിതയുടെ അമ്മക്ക് വിളിച്ചിട്ട് ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അനിതയുടെ അമ്മയും സ്വപ്ന ഒറ്റക്കല്ലെന്ന് വിചാരിച്ചിട്ട് അനിതനോട് അന്ന് രാത്രി അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം വന്നാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ അനിതയും മീര മീറ്റ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പയ്യനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ആ ഒരു പാർട്ടിയിൽ കുടിച്ച് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. അങ്ങനെ അവള് ബോധം കെട്ട് വീഴാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ വേഗം അവള് വീട്ടിലെത്തുന്നുണ്ട്. പിന്നീട് 2 മാസത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അവള് പോയി കണ്ട ഒരാളാന്ന് വെച്ചാൽ അനിതക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. നൈറ്റ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 40,000 രൂപ മാസം സാലറി ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് അവള് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും ഇത് പറയുന്നുണ്ട്. പക്ഷെ അനിതക്ക് ഇപ്പോഴായി പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നാ, ഇടക്കിടക്ക് തല ചുറ്റാ, തൊണ്ടയിൽ എന്തോ കനം പോലെ തോന്നാ. അതുകൊണ്ട് തന്നെ അവൾ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവള് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. ഡോക്ടർ ആണെന്ന് വെച്ചാൽ കല്യാണം കഴിയാത്ത ഈ ഒരു പെൺകുട്ടിയെ എന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ള ആൾക്കാരെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനിത അവിടെ നിന്ന് വേഗം പോരുന്നത്. പിന്നീട് അനിതക്ക് ഉറങ്ങിയിട്ട് ഒട്ടും ഉറക്കം തന്നെ കിട്ടുന്നില്ല. അവളുടെ മനസ്സിൽ എന്തോ ഒക്കെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ ഈ സമയം പറഞ്ഞിരുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്നാണ്. ഇത് അവൾക്ക് കൺഫേം ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവും. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.